വെജിറ്റബിൾ മാർക്കറ്റ് കോംപ്ലക്സിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതായി പരാതി. പെരുമ്പാവൂർ നഗരസഭ ബിൽഡിംഗായ വെജിറ്റബിൾ മാർക്കറ്റ് കോംപ്ലക്സിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതായി വ്യാപാരികളും നാട്ടുകാരും പരാതി ഉന്നയിച്ചു. മാർക്കറ്റിന് സമീപമുള്ള റോഡിലൂടെ മലിനജലം വ്യാപിക്കുന്നതിനാൽ കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും ദുരിതമനുഭവിക്കുന്നതായി പറയുന്നു. പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിംഗാണ് മാർക്കറ്റ് ഇല്ലം റോഡിലെ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിങ്ങിനാണ്. ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഇത് പൊട്ടിയിട്ട് ഇതിൽ ലീക്ക് ചെയ്ത് ഈ വേസ്റ്റ് വെള്ളം പോലെ നല്ല ദുർഗന്ധമുണ്ട് ഈ വെള്ളത്തിന്. ഈ ദുർഗന്ധമായിട്ട് 3-4 ദിവസമായി ഇതിൽ കിടന്ന് ഒഴുകുന്നു. ആരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക ഒന്നുമില്ല. പലരോടും പറയുകയൊക്കെ ചെയ്തു, പക്ഷേ ആരും ഇതുവരെ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ വോട്ടൊന്നും ഓടിക്കാൻ പാടില്ല. സൈഡിലൊക്കെ അങ്ങേയറ്റം വരെ ഇങ്ങനെ സൈഡ് പോലെ ഇങ്ങനെ നാറി. ഇത് നേരത്തെ ഒരു 2 മാസം മുമ്പ് ശരിയാക്കിയതാണ്, വീണ്ടും അത് പൊട്ടിയേക്കണാണ്. അപ്പോൾ ഇതിപ്പോൾ അധികാരികളുടെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്, ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കണം. ഇതൊക്കെ നിരപ്പ് ഒഴുകിയിട്ട് ആൾക്കാർ മുഴുവൻ ചവിട്ടിയിട്ട് ഈ റോട്ടിക്കടി സൈഡിൽ കടക്കടയൊക്കെ കയറി ചവിട്ടി ഇത് നാശാക്കാണ്. ഭക്ഷണസാധനം ഉണ്ടാക്കുന്ന വെജിറ്റബിളിൻ്റെ സാധനത്തിന് മുകളിൽ വരെ ഈ ഇതുപോലെ വെച്ചുള്ള ആൾക്കാരാണ് കാലുകൊണ്ട് പിന്നെ ചവിട്ടി നടക്കുന്നത്. എത്രയും വേഗം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ ഇവിടെ ഒന്നാമത്തെ ഇപ്പോൾ പനിയും ഇതൊക്കെ പിടിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അസുഖങ്ങളൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളമാണെങ്കിൽ ഒരുപാട് ഒഴുകി അങ്ങേ റോഡ് വരെ എത്തണ്ട് ഇപ്പം. അപ്പോൾ എല്ലാവരും ചവിട്ടി കൂട്ടി ഇങ്ങനെ വണ്ടിയിലേക്ക് കയറണവരും ഇതുപോലെ തന്നെ ചവിട്ടിയാണ് വന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഇത് ശരിയാക്കി തരണമെന്ന് ദുർഗന്ധവും ശുചിത്വ പ്രശ്നങ്ങളും രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ ഭീഷണിയും നിലനിൽക്കുന്നു എന്നതാണ് ആശങ്ക. മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് തടയുവാൻ ബന്ധപ്പെട്ട അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.